ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഒറ്റപ്പാലം നഗരസഭയിൽ വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങി. ഒറ്റപ്പാലം നഗരസഭയിലെ ജനകീയാസൂത്രണം 2026-27 സാമ്പത്തിക വർഷത്തെ വിവിധ പദ്ധതികൾക്കുള്ള വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങി. അപേക്ഷകൾ നഗരസഭയിൽ നിന്നോ കൗൺസിലറിൽ നിന്നോ ലഭ്യമാകും. ഭവന പുനരുദ്ധാരണം ജനറൽ, ഭവന പുനരുദ്ധാരണം ST, വയോജനങ്ങൾക്ക് കട്ടിൽ, കൃഷി സമൃദ്ധി, ധാതുലവണ മിശ്രിതം, ചെറുകിട വ്യവസായം, വനിതാ ശ്രവണ സഹായം നൽകൽ, സ്കോളർഷിപ്പ്, പഠനമുറി തുടങ്ങിയവയ്ക്കുള്ള അപേക്ഷകളാണ് ക്ഷണിക്കുന്നത്. അപേക്ഷകൾ ജൂൺ 10-നകം സമർപ്പിക്കണമെന്നും നഗരസഭ വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു. വീട് റിപ്പയർ, ഭവന പുനരുദ്ധാരണം പട്ടികജാതി ജനറൽ വിഭാഗത്തിന്, വയോജനങ്ങൾക്ക് കട്ടിൽ പട്ടികജാതി ജനറൽ വിഭാഗത്തിന്, ധാതുലവണ മിശ്രിതം, അതുപോലെ തന്നെ കൃഷിക്കാർക്ക് ഉള്ള വിവിധ ഇനം പദ്ധതികൾ, ചെറുകിട വ്യവസായം വ്യക്തിഗതം അത് പട്ടികജാതി ജനറൽ വിഭാഗത്തിന്, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കുള്ള ശ്രവണ സഹായി, അതുപോലെ തന്നെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനമുറി, ഇത്തവണ പട്ടികജാതി വനിതകൾക്ക് ഓട്ടോറിക്ഷ കൂടി കൊടുക്കുന്ന വിവിധങ്ങളായിട്ടുള്ള അപേക്ഷാ ഫോറങ്ങളാണ് ഒറ്റപ്പാലം നഗരസഭയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. ജൂൺ 10-ന് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല എന്നും 10 മുതൽ 20 വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ വാർഡ് സഭ ചേർന്ന് വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുമെന്നും വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു. ഈ മാസം 30-ാം തീയതിയോടുകൂടി വ്യക്തിഗത ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യ വിതരണത്തിന്റെ അപേക്ഷാ ഫോറം ഒറ്റപ്പാലം നഗരസഭയിൽ നിന്നും കൗൺസിലർമാരിൽ നിന്നും ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫോറങ്ങൾ മതിയായ രേഖകൾ സഹിതം ജൂൺ മാസം 10-ാം തീയതിക്കകം നഗരസഭയിൽ ലഭ്യമാക്കേണ്ടതും ശേഷം വരുന്ന രേഖകൾ പരിഗണിക്കുന്നതല്ല, അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല എന്നും കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. 10-ാം തീയതിക്ക് ശേഷം 20-ാം തീയതിക്കുള്ളിൽ മുഴുവൻ വാർഡുകളിലെയും വാർഡ് സഭാ യോഗം ചേർന്ന് വ്യക്തിഗത ഗുണഭോക്താക്കളെ നിശ്ചയിക്കാൻ വേണ്ടി പോവുകയാണ്.